നല്ല മണം ഇല്ലേ ശുപ്പാണ്ടേ? എവിടുന്നാ? ആ പഞ്ചതാരയുടെ വീട്ടിൽ നിന്നാ. എനിക്ക് ആ നെയ്യപ്പം തിന്നാൻ തിടുക്കായി. എനിക്കും അതെ. എന്നാ പോയി ചോദിച്ചാലോ? ഒരെണ്ണം പോലും തരില്ല. പഞ്ചതാരയുടെ അച്ഛൻ ആ കണ്ണ് കാണാൻ പാടാത്ത കിഴവന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒന്നുപോലും അവൾ തരില്ല. നമുക്ക് കാത്തിരിക്കാം. ആഹാ, നന്നായിരിക്കുന്നു. എന്ത് നല്ല സ്വാദ്. അച്ഛൻ ഇഷ്ടപ്പെടും. വിളിച്ചോണ്ട് വരാം. നെയ്യപ്പങ്ങൾ നിറച്ചു വെക്കണല്ലോ ശുപ്പാണ്ടിയെ. അതിന് നെയ്യപ്പം വേണ്ടേ? അതിനുള്ള വഴിയൊക്കെ കണ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിക്കോ, നിമിഷങ്ങൾക്കകം പുതിയ തരം നെയ്യപ്പങ്ങൾ വട്ടിയിൽ നിറഞ്ഞിരിക്കും. വരളി എങ്ങനെയുണ്ട് കൂട്ടരെ നമ്മുടെ കണ്ണന്റെ പുതിയ നെയ്യപ്പ പദ്ധതി? കണ്ണ, പഞ്ചതാരയുടെ അച്ഛന് കൊടുക്കാനാണ് അവൾ നെയ്യപ്പം ചുട്ടത്. കണ്ണ് കാണാൻ പാടില്ലാത്ത കിഴവൻ നെയ്യപ്പമാണെന്ന് ധരിച്ച് കഴിച്ചാലോ? അന്തനെ കൊണ്ട് ചാണാൻ തിരുമിന്ന് പാപോലെ കണ്ണ. നമുക്ക് ചാണക വിരലി എടുത്ത് പുറത്ത് വെക്കാം. അത്രത്തോളം കുറുമ്പ് വേണ്ട കണ്ണ. വേണം. ആ കിഴവനത് അർഹിക്കുന്നു. അത് അയാളുടെ പൂർവകർമ്മത്തിന്റെ അനന്തരഫലമാണ്. മണ്ടന്മാർ, ഇവർക്കൊന്നും മനസ്സിലായില്ല. ശുപ്പാണ്ടിക്ക് മനസ്സിലായോ? ഇല്ല, അതിപ്പോ എനിക്കും മനസ്സിലായില്ല. ആ വരൂ പോവാ. അച്ഛാ, ഇങ്ങോട്ട് മാറി നടക്കൂ. ഇവിടെ വന്നിട്ട് കാലം കുറെ ആയില്ലേ? വഴി നല്ല തിട്ടമില്ല. വീടെത്തിയോ മോളെ? എത്തിയച്ഛാ. എന്താ അച്ഛാ? നീ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ മണം വളരെ ദൂരെ നിന്നേ അച്ഛന് പിടിച്ചെടുക്കാൻ കഴിയും. അത് നിനക്കറിയാമല്ലോ. ഇന്നിപ്പോൾ മണമൊന്നും വരുന്നില്ലല്ലോ മോളെ. ആ, നെയ്യപ്പം ശരിക്കങ്ങോട്ട് പാകമായി കാണത്തില്ലല്ലേ? ശരിക്കുള്ള പാകത്തിൽ തന്നെയാണ്. ഞാൻ കഴിച്ചു നോക്കിയച്ചാ, നല്ല സ്വാദുണ്ട്. അച്ഛൻ ഇഷ്ടപ്പെടും. അച്ഛൻ ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് വരാം. എത്ര കാലമായി നീ ഉണ്ടാക്കുന്ന നെയ്യപ്പം തിന്നാൻ കൊതിച്ചിട്ട്. ഇന്ന് അതിന് കഴിഞ്ഞല്ലോ. നാരായണ, മഹാഭാഗ്യം. ആ, പിന്നൊരു കാര്യം, ഉണ്ടാക്കി വെച്ച നെയ്യപ്പം മുഴുവനും എനിക്ക് തന്നെ കഴിക്കണം. ഒരെണ്ണം പോലും നീ എടുക്കാൻ പാടില്ല. ആ, വേഗം കൊണ്ടുവാ. ഹോ, ഈ അച്ഛനെ പോലൊരു നെയ്യപ്പ കൊതിയൻ. ഇതാച്ചാ, മുഴുവനും കഴിക്കേ. ഞാൻ പാല് തിളപ്പിച്ചോണ്ട് വരാം. ഛേ,
നശിച്ചോളെ. നെയ്യപ്പാണെന്നും പറഞ്ഞ് എന്നെ ചാണകം തീറ്റിച്ചോടി ദ്രോഹി. കുറെ കാലം കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നോട് ഇത്ര ക്രൂരത കാട്ടിയോ? കണ്ണു കാണാൻ കഴിയാത്ത ഈ പാവം വൃദ്ധനെ ചാണകം തീറ്റിച്ച നിനക്ക് ദൈവം മാപ്പ് തരില്ലടി. നീ ഗുണം പിടിക്കില്ല. ശപിക്കരുത് അച്ഛ. നെയ്യപ്പം ഉണ്ടാക്കി ഇതേ പാത്രത്തെ അടച്ചു വെച്ചിട്ടാ ഞാൻ വന്നത്. അച്ഛനാണ് സത്യം. എന്നെ വിശ്വസിക്കണോ അച്ഛ? എങ്ങനെ വിശ്വസിക്കാനാണടി? നീ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എന്താ നെയ്യപ്പത്തെ ചാണകമാക്കി മാറ്റാൻ കഴിവുള്ള ഏതെങ്കിലും മായാവി ഉണ്ടോ ഈ നാട്ടിൽ? ഉണ്ടച്ച, അങ്ങനെ ഒരു മായാവി ഈ നാട്ടിലുണ്ട്. അമ്പാടിക്കണ്ണൻ. അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കൈയോടെ പിടിച്ചോണ്ട് വരും. എന്റെ നിരപരാധിത്വം അച്ഛനെ ബോധ്യപ്പെടുത്താൻ ആ ഞാൻ ഇതാ വരുന്നച്ചാ. ആ